കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സീറ്റുകളൊന്നും നേടാനാകാത്ത സാഹചര്യം മറികടക്കാനുള്ള ഒരുക്കത്തിലാണ് ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ്. 2 വർഷം മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിലുണ്ടായ പോരായ്മകൾ തിരുത്തിയാകും ഇത്തവണ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 2004 ആദ്യമായി ഉത്തരാഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെയുള്ള 5-ൽ 3 സീറ്റ് BJP നേടി. സമാജ്വാദി പാർട്ടിക്കൊപ്പം കോൺഗ്രസിന് ലഭിച്ചത് 1 സീറ്റ് മാത്രം. അടുത്ത തവണ 5 സീറ്റും തൂത്തുവാരി കോൺഗ്രസ് കരുത്ത് കാട്ടി. എന്നാൽ പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പിലും 5 മണ്ഡലങ്ങളിലും BJP നേടി. 10 വർഷമായി ചിത്രത്തിൽ നിന്ന് പുറത്തായ കോൺഗ്രസിന് വോട്ട് വിഹിതത്തിൽ കാര്യമായ കുറവില്ലാത്തത് മാത്രമാണ് ആശ്വാസം. ഇന്ത്യ മുന്നണി സാധ്യമായാൽ ഇത്തവണ കോൺഗ്രസിന്റെ പ്രതീക്ഷയ്ക്ക് കൂടുതൽ ശക്തി കിട്ടും. മുൻ കേന്ദ്രമന്ത്രിയും AICC ജനറൽ സെക്രട്ടറിയുമായ സെൽജ കുമാരിക്കാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ചുമതല. पूरी तैयारी करें, सभी लोग मेहनत करें और हमारा प्रयास हो कि हम ज़्यादा से ज़्यादा 5 सीटें जीतें यहाँ पर. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും BJP തുടർഭരണം നേടിയത് കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം കൊണ്ട് മാത്രമായിരുന്നു. എന്നാൽ PCC അധ്യക്ഷൻ കരൺ മഹാരയുടെ നേതൃത്വത്തിൽ പാർട്ടി പുതുജീവൻ നേടിയിട്ടുണ്ട്. ക്രമസമാധാനം സംരക്ഷിക്കുന്നതിൽ പുഷ്കർ സിംഗ് ധാമി സർക്കാരിന് ഉണ്ടായ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിയാകും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. NCRB की एक और रिपोर्ट है, उत्तराखंड टॉप हिमालयन स्टेट्स में पहले नंबर पे है रेप केसेस. ये हालत इस उत्तराखंड देवभूमि की है. സംസ്ഥാന സർക്കാരിനെതിരെ പ്രചരണം കടുപ്പിക്കുന്നതിനോടൊപ്പം മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത്, മുൻ മന്ത്രി ഹരക് സിംഗ് റാവത്ത് തുടങ്ങിയ പ്രമുഖരെ മത്സരരംഗത്തിറക്കി തിരിച്ചുവരവ് സാധ്യമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇലക്ഷൻ ഡെസ്ക്, മീഡിയ 1.